ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ പാഠമായ ആർപ്പോ ഇറോ എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാഠഭാഗം നോക്കിയ മക്കളെ, ആർപ്പോ ഇറോ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള കളികൾ ഏതെല്ലാമാണ്? പന്ത് കളി, ഊഞ്ഞാലാട്ടം, കണ്ണുകെട്ടിക്കളി, ഒളിച്ചുകളി. ഇനി ഏത് കളിയാണ് കാണിച്ചിട്ടുള്ളത്? കവുങ്ങിൻ്റെ പാളയിലിരുത്തി മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത്. ഈ കളി നിങ്ങൾ കളിച്ചിട്ടുള്ളതാണോ? കവുങ്ങിൻ പാളയിലിരിക്കുന്ന കുട്ടിയോടൊപ്പം ഒരു പാവക്കുട്ടിയെ കാണിച്ചിട്ടുണ്ട്. ഒരു പൂച്ചയെയും നായ്ക്കുട്ടിയെയും ചിത്രത്തിൽ നമുക്ക് കാണാം. കവിത നോക്കിയ മക്കളെ, ആർപ്പോ ഇറോ, ഇറോ ഇറോ, ആർപ്പോ ഇറോ, ഇറോ ഇറോ, ഓടി വരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ, ആർപ്പോ ഇറോ. ഒരു വരി നമ്മളവിടെ എഴുതി ചേർക്കണം അല്ലേ? ഇറോ ഇറോ. അടുത്ത എന്താണെന്ന് നോക്കിയ മക്കളെ, കളിയരങ്ങ്. ആ പേജിലും കളിയുടെ ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെ കളിയുടെ ചിത്രങ്ങളാണ് മക്കളെ കാണിച്ചിട്ടുള്ളത്? കുട്ടികൾ തുള്ളി കളിക്കുന്നു, പുലികളി, ചെണ്ട കൊട്ടുന്നു, പിന്നെന്താ കാണിച്ചിട്ടുള്ളത്? പാട്ട് പാടിക്കൊണ്ട് വള്ളം തുഴയുന്ന കുട്ടികളെയും കാണിച്ചിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള പാട്ട് നോക്കിയ മക്കളെ, അപ്പവും ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിക്കിളി. ഇതൊരു കളിപ്പാട്ടാണല്ലേ? എന്താ താഴെ എഴുതിയിട്ടുള്ളത്? വേറെ കളിപ്പാട്ടുകൾ അറിയാമോ? മക്കൾക്ക് വേറെ കളിപ്പാട്ടുകൾ അറിയാമെങ്കിൽ അതുകൂടെ പറയുക. ടീച്ചർ ഇവിടെ 2 കളിപ്പാട്ടുകൾ പറയാം. വട്ടം വട്ടം നാരങ്ങ ചെത്തി ചെത്തി തിന്നുമ്പോൾ എന്താ സീതയും മിണ്ടാത്തെ, റെഡി 1 2 3. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടല്ലേ മക്കളെ? ഇനി ടീച്ചർ വേറൊരു പാട്ട് കൂടി പറയാം. അക്കുത്തിക്ക് താന വരമ്പം കല്ലേ കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാവെള്ളം താറാമക്കടെ കയ്യിലൊരു വാങ്ക്. അടുത്ത് നോക്കിയേ, മാനത്ത് പട്ടം. പട്ടം എവിടെയാ മക്കളെ നിൽക്കുന്നത്? മാനത്താണ്, ആകാശത്താണ് പട്ടം നിൽക്കുന്നത്. ഉയരത്തിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ താഴെയുള്ള എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പട്ടം എന്തെല്ലാമാണ് കണ്ടതെന്ന് നോക്കിയേ. പട്ടം, മാനത്തു പട്ടം, വീട് കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, പട്ടം പറന്നു. മാനത്ത് നിന്ന് പട്ടം, വീട്, കാട്, വണ്ടി ഇവയൊക്കെ കണ്ടു അല്ലേ? ആ ചിത്രം നോക്കി വേണം നമ്മളത് പറയാൻ. എന്തൊക്കെ ഇനി നമുക്ക് അവിടെ എഴുതി ചേർക്കാം നോക്കിയേ. ആ ചിത്രം ശ്രദ്ധിച്ച മക്കളെ, മാനത്ത് പറക്കുന്ന പട്ടം ഇനി എന്തെല്ലാം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകും? കാറുണ്ട്, ലോറിയുണ്ട്, മീങ്ങളുണ്ട്, പക്ഷികളെ കാണിച്ചിട്ടുണ്ട്, മുട്ടയുള്ള പക്ഷിക്കൂടുണ്ട്, പൂക്കളുണ്ട്, കുളമുണ്ട്. ഇവയിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം. ടീച്ചർ അവിടെ കാർ കണ്ടു, മീൻ കണ്ടു എന്ന് എഴുതുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് പട്ടം എന്ത് ചെയ്യുന്നത്? പട്ടം മാനത്ത് പറക്കുന്നത്. അടുത്ത് നോക്കിയേ, പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. പൂമലയും പൂമരവും പുഴയും വഴിയും കണ്ടുകൊണ്ട് പട്ടം മാനത്ത് പറന്നു. എവിടെയാണ് മക്കളെ പട്ടം പറന്നത്? പട്ടം മാനത്താണ് പറന്നത്. മാനത്തുകൂടി പറക്കുന്ന പട്ടം എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത്? വീട്, കാട്, വണ്ടി, കാറ്, ലോറി, മീൻ, പക്ഷികൾ, പിന്നെ പൂമല, പൂമരം, പുഴ, വഴി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാനത്ത് നിന്നുകൊണ്ട് പട്ടം കണ്ടു. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, കളിയരങ്ങ്. അറിയാമോ പറയാമോ കളിയുടെ പേരുകൾ പറയാമോ, അറിയാമേ പറയാമേ കളിയുടെ പേരുകൾ പറയാമേ, പാവകളിക്കൽ, തൊട്ടുകളിക്കൽ, ഓടിക്കളിയും കളിയാണ്, അറിയാമേ പറയാമേ. കളിയുടേതെന്ന് നമ്മളവിടെ എഴുതി ചേർക്കുക. കളിയുടെ പേരുകൾ പറയാമേ, പാടിക്കളി, ചാടിക്കളി, പിന്നെ ബാക്കി 2 നമ്മളവിടെ എഴുതണം. ഏതൊക്കെ കളികൾ നമുക്ക് പറയാം? വണ്ടികളി, പുലികളി, ഒളിച്ചുകളി, പന്ത് കളി, ഓടിക്കളി. ഇവയിൽ ഏത് വേണമെങ്കിലും നമുക്കവിടെ എഴുതി ചേർക്കാം. ടീച്ചർ അവിടെ പന്ത് കളി, ഒളിച്ചുകളി ഇവ എഴുതുന്നു. കുറച്ച് കളികളുടെ പേരുകളാണ് ഈ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ കളികളാണ് മക്കളേത്? പാവകളിക്കൽ, തൊട്ടുകളിക്കൽ, ഓടിക്കളി, പാടിക്കളി, ചാടിക്കളി, പിന്നെ ഏതൊക്കെ പറയാം നമുക്ക്? പുലികളി, പന്ത് കളി, വണ്ടികളി, ഒളിച്ചുകളി, ഇവയെല്ലാം കളികളുടെ പേരുകളാണ്. അടുത്ത് നോക്കിയേ, കളിപ്പാട്ടങ്ങൾ വേണോ? കളിപ്പാട്ടങ്ങൾ എല്ലാ മക്കൾക്കും ഇഷ്ടമല്ലേ? ഇവിടെ പറയുന്നത് എന്ത് കളിപ്പാട്ടത്തെക്കുറിച്ചാണെന്ന് അറിയാമോ? ഓല കൊണ്ടുണ്ടാക്കുന്ന കളിപ്പാട്ടത്തെക്കുറിച്ചാണ്. ഓല കൊണ്ട് നമുക്ക് പല കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം. ഓല കൊണ്ടുണ്ടാക്കുന്ന പീപ്പിക്ക് ഓലപ്പീപ്പി എന്ന് പറയുന്നു. ഓല കൊണ്ടുണ്ടാക്കുന്ന പന്തിന് ഓലപ്പന്ത് എന്ന് പറയുന്നു. അപ്പോൾ ഓല കൊണ്ട് നമ്മൾ കണ്ണട ഉണ്ടാക്കിയാൽ എന്ത് പറയും? ഓലക്കണ്ണട എന്ന് പറയും. ഓല കൊണ്ട് പമ്പരം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മളതിനെ ഓലപ്പമ്പരം എന്ന് പറയും. കളിപ്പാട്ടങ്ങളുടെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ പറയുന്നത് നോക്കിയേ.
മരമേ മരമേ പുന്നാരെ തരുമോ കൊച്ചു കളിപ്പാട്ടം, പന്തു വേണോ പാവ വേണോ പമ്പരം വേണോ പറഞ്ഞോളൂ. ബാക്കി വരി നോക്കിയേ. വേണം 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 ഓല കൊണ്ടൊരു പീപ്പി ഓലപ്പീപ്പി, ഓല കൊണ്ടൊരു പന്ത് ഓലപ്പന്ത്. ഇനി ടീച്ചർ അവിടെ ഓല കൊണ്ടൊരു പമ്പരം ഓലപ്പമ്പരം എന്ന് എഴുതുന്നു. ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്